ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരു ജോലി, അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്? അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം. കാണുമ്പത്തിന് 4 വട്ടം നാണം കൊണ്ടുവരച്ചവട്ടം. എൻ്റെ മെയിൻ ഓഡിയൻസ് കുറേ തെറ്റിദ്ധാരണ ഉണ്ട്. നമ്മൾ കേൾക്കുന്ന ഒരുപാട് പാട്ടിനൊക്കെ ബാക്കിൽ നിങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുമോ? എൻ്റെ വലിയപ്പോ കളിച്ച കളി ഞാൻ ഇവിടെ ഇന്നിപ്പോ കളിക്കും. മണവാളന്തക്ക് പാട്ട് റിലീസാവുന്നതിൻ്റെ 2 വർഷം മുന്നേ ചെയ്തു വെച്ചൊരു ട്രാക്കാണ്. സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ട്രാക്ക് ആയിരുന്നില്ല. ഗുണ്ടൈമർ ശരിയൊന്നും ഒന്നുമില്ല. ഓൾറെഡി അതിലൊരു 4 വരി ഡബ്ജ് ഓൾറെഡി അതിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചെക്കന്മാർക്ക് ഇപ്പോൾ വളർന്നു പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഓഡിയൻസ് ആണെങ്കിൽ 17 to 25 ഉള്ളിലുള്ളവരായിരിക്കും. ലാഭിക്കും പിത്തന്റെ മോറ് മാറണ്ട മുക്കിക്കോ ചോറുണ്ടാക്കിക്കോ എമ്മച്ചാറിന്റെ എരിവിൽ തുപ്പിക്കോ വേവ് കൂട്ടിക്കോ കൂട്ടത്തിൽ കല മാറ്റിക്കോ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഈ വരികളൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ എടുത്ത് എഴുതുന്ന ഒരു വരികളാണോ? അന്നിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 മാസം എൻ്റെ ഇത് ഉണ്ടാവുള്ളൂ. ഞാൻ മരിക്കുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് കാണാൻ വരുന്നുള്ള ഒരു ഇതുണ്ടാവില്ലേ, മരിക്കുമ്പോൾ എൻ്റെ ഉമ്മിപ്പ അറിയണം, ഒരു ആളെയാണ് പടച്ചു വിട്ടേക്കുന്നവർ അറിയണമെന്ന് എനിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്നു. റാപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടല്ലേ. അതൊക്കെ പറഞ്ഞതിലൊക്കെ കൊല്ലച്ചതി പല്ലച്ചതി കൊടുത്തത് ബിജിറ്റത്ത് കൊണ്ടിച്ചതി പടത്തത് ചൊരപ്പത്ത മലപ്പുറത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്യാങ്ങിലെ 3 മെമ്പേഴ്സാണ് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. മറ്റാരുമല്ല, എഫി, ലിൽ പയ്യൻ, എമ്മച്ചാർ. ഹായ് ഹായ്. നിങ്ങൾ 3 പേരും ഒരു ഫേവറേറ്റ് സോങ് കണ്ട് പാടിയിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തോ? എൻ്റെ സാധനം സ്റ്റാർട്ട് ചെയ്തോ? വെറുതെ 2 1 കജിൽ മലപ്പുറം കത്തി പേര് അബോക്കർ കുട്ടി കജിലുണ്ട് ഒരു പെട്ടി കായ് മൊത്തം വാങ്ങിക്കൂട്ടി പെട്ടി തട്ടി മണ്ട പൊട്ടി പെട്ടി പൂട്ടി പൂട്ടും പൊട്ടി ഞമ്മക്ക് മുന്നിൽ ജി കുട്ടി ചുണ്ടിൽ സിഗരറ്റ് കുറ്റി വന്ന പഴിച്ചി മറന്ന് എൻ്റെ വാലുകളേറ്റത് വിദുഷകന്റെ വേഷത്തി വിദേശത്ത് നിപ്പർ പടച്ചോനെ നീ പൊറുക്ക് തുനിയവ് നീ കൊടുക്ക് എൻ്റെ അറവ് അനക്ക് വേവ് കൂട്ടിച്ച് സഹിക്ക് ഓൻ്റെ നക്ക് നീളം കൂട്ടി മട്ടം പോലെ ചെയ്ത് കുട്ടി മക്കറായി മജ്ജത്തായി മൈമുനക്ക് ചക്കര കിട്ടി തുപ്പല പൊട്ടി ബച്ചി തച്ചി കൊച്ചിലെ കൊഞ്ചല മഞ്ചല കാട്ടി തൊള്ളയിൽ വെള്ളം കയറ്റി കൊപ്പിളിച്ചിട്ടോൻ തുച്ചി ചച്ചിട്ട് പോയി എൻ്റെ കഥ നിർത്തി കൊത്താലെ പായിക്കും മണ്ടിക്കൊക്കെ ലാഭിക്കും പിത്തന്റെ മോറ് മാറണ്ട മുക്കിക്കോ ചോറുണ്ടാക്കിക്കോ എമ്മച്ചാറിന്റെ എരിവിൽ തുപ്പിക്കോ വേവ് കൂട്ടിക്കോ കൂട്ടത്തിൽ കല മാറ്റിക്കോ ഇല്ലെങ്കിൽ പിന്നെ വേവൂല വേവൂല എൻ്റെ ചോറിന്റെ കലത്തില് വേവൂല 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 എൻ്റെ ചോറിന്റെ കലത്തില് വേവൂല 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 എൻ്റെ ചോറിന്റെ കലത്തില് വേവൂല 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 ചോറിന്റെ കലത്തില് വേവൂല. ഓന്റെ ലീഡ് മെലഡീന്റെ മോളിൽ കൂടെ പാടണം, ഓന്റെ ചൂട് കൊണ്ട് നടന്നിട്ട് കായ് വാങ്ങണം, ഓന്റെ കൂടെ കിടന്നിട്ട് പിന്നെ കാല് വാരണം, ഇന്റെ കാലമൊക്കെ കഴിയട്ടെ പള്ളിക്കാട്ടി മുഴങ്ങപ്പോ പടപ്പോ പടപ്പോ പടച്ചോനെ പേടിച്ചുള്ള നടപ്പോ കളിച്ചിട്ട് കുഴഞ്ഞുള്ള കിടപ്പോ പൊന്നുമോൻക്ക് സുഖമരവിപ്പോ വിളിക്കട്ടെ കിബറും കബറും എൻ്റെ അവസാനം പണം പടരും കനവും എൻ്റെ അവസാന പടം പറയും പലരും പയ്യനാര ഏതഗണം പറയും പലരും പയ്യനാണ് ഇന്റെ തണലെൻ്റെ എമ്മച്ചാറെ കൊണ്ടോരു 4 ലക്ഷം പാടച്ചോരും എന്തോര പാടിച്ചോരും ഞെട്ടട്ടെ സൗത്തിന്റെ മേപ്പെട്ടോരും ഇന്റെ അടുക്കള കേറല്ലേ. പൊളി 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 3 പേരും അടിപൊളി. അപ്പൊ എന്തായാലും നിങ്ങൾ വന്നിരിക്കല്ലോ, നമുക്ക് ചായ കുടിച്ചിട്ട് തന്നെ തുടങ്ങാം അല്ലേ? ഓക്കെ. ഇത് ആക്ച്വലി ചായ എന്നല്ലല്ലോ നിങ്ങളുടെ നാട്ടില് പറയാ? സുലൈമാനി. സുലൈമാനി. ഈ സുലൈമാനി എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു രസമില്ലേ ആക്ച്വലി? അതേപോലെ തന്നെയാണ് നിങ്ങളുടെ ഈ മലപ്പുറത്തിൻ്റെ സ്ലാങ് വരുമ്പോഴും. അതേപോലെ ഞാൻ ഇപ്പോൾ ഈ ബേബി ജീൻ ആയിക്കോട്ടെ, ഡാപ്സി ആയിക്കോട്ടെ, ഈ എമ്മച്ചാർ, ഇപ്പോൾ ലിൽ പയ്യൻ, നിങ്ങളെല്ലാവരും കൂടി എന്നൊക്കെ പറയുമ്പം ഒരു മലപ്പുറം ഒരു ഇതാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മലപ്പുറത്തിൻ്റെ ഈ മണ്ണിന് ഇങ്ങനെ ഒരു റാപ്പ് ചൊവ്വ വരാൻ കാരണം? മെയിനായിട്ടുള്ള ഫേമസ് ആയ ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ ഈ റാപ്പിൻ്റെ ഇത് നോക്കുമ്പോൾ ഫ്രം മലപ്പുറമായിരിക്കും. മലയാളികളെല്ലാവരും അംഗീകരിക്കും. കാലം മാറിയല്ലോ. ചെക്കന്മാർക്ക് ഇപ്പോൾ വളർന്നു പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഓഡിയൻസ് ആണെങ്കിൽ കൂടുതൽ ലിസണേഴ്സ് എടുക്കണമെങ്കിൽ അതൊരു 17 to 25 വയസ്സിൻ്റെ ഉള്ളിലുള്ളവരായിരിക്കും. അതിന് പോരാത്തതിന് അതിന് താഴുള്ളവരുണ്ടാകും. അപ്പോൾ കാലം ചെല്ലും തോറും ഇവരൊക്കെ തന്നെയല്ലേ കേട്ട് വരിക. അപ്പോൾ ഫ്യൂച്ചറുണ്ട് റാപ്പിൽ. പിന്നെ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, കേട്ടിരിക്കാൻ രസം തോന്നുന്നുണ്ടാവും. നമ്മൾ പണ്ട് കേട്ടിരുന്ന പോലെ അവർക്കും തോന്നുന്നുണ്ടാവും. അവർക്ക് രസം വന്നാൽ പിന്നെ നമ്മൾ കേട്ടിരിക്കുമല്ലോ. ലജ്ജാവതിയൊക്കെ നമുക്ക് രസം വന്നുകൊണ്ട് നമ്മൾ കേട്ടിരുന്നതല്ലേ. അപ്പോൾ അതേപോലെ അവർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അതേപോലെ അവർ കേട്ടിരിക്കും, ആക്സെപ്റ്റൻസ് വരും, ഓഡിയൻസ് വരും. ഇപ്പോൾ എമ്മച്ചാറിലോട്ടേക്ക് വരാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ മണവാളൻ തഗ് പാട്ട് കേട്ടപ്പം എനിക്ക് തോന്നുന്നു ഡാപ്സിക്ക് ഒരു ബ്രേക്ക് ത്രൂ കിട്ടിയത് അല്ലെങ്കിൽ ഒരു എക്സ്പ്ലോഷർ കിട്ടിയ ഒരു സോങ് ആണ് മണവാളൻ തഗ് അല്ലേ? പക്ഷേ അതിൻ്റെ ബാക്കിൽ ചിലവർക്ക് ഇനി അറിയാത്ത ആൾക്കാരുണ്ട്. എമ്മച്ചാറിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്പർശനം ആ ഒരു സോങ്ങിൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പം ആക്ച്വലി ആ ഒരു സോങ് ചെയ്യുമ്പം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ എക്സ്പോഷർ കിട്ടും
അല്ലെങ്കിൽ ആൾക്കാർ നന്നായി ഇനിയും തിരിച്ചറിയുന്ന എമ്മച്ചാറ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും. കാരണം എനിക്കെൻ്റെ വർക്കിൽ വിശ്വാസമുണ്ട്. ഒന്നാമത് ഈ മണവാളന്തക്ക് ആ പാട്ട് റിലീസാവുന്നതിൻ്റെ 2 വർഷം മുന്നേ ചെയ്തു വെച്ചൊരു ട്രാക്കാണ് ഈ മണവാളന്തക്ക്. അതൊരിക്കലും ഒരു സിനിമയ്ക്ക് വേണ്ടി ചെയ്ത ട്രാക്കായിരുന്നില്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇറക്കാൻ വെച്ച ഒരു ട്രാക്കായിരുന്നു. ആദ്യം ബീറ്റ് ചെയ്ത്, പിന്നെ ഞാൻ ബീറ്റ് പ്രൊഡ്യൂസറാണ് ശരിക്ക്. വോക്കൽ പരിപാടി ചെയ്യൽ കുറവാണ്. ഞാൻ ശരിക്കും മ്യൂസിക് പ്രൊഡ്യൂസറാണ്. മ്യൂസിക് ചെയ്തിട്ട് അങ്ങനത്തെ പരിപാടി. ഞാൻ ആദ്യം ബീറ്റ് ചെയ്ത്, പിന്നെ അതിൽ വോക്കൽ ഡബ്ജി കമ്പോസ് ചെയ്ത് എഴുതി, അങ്ങനത്തെ കുറച്ച് പരിപാടിയാണ്. പിന്നെയാണ് ഇത് സിനിമയ്ക്ക് ഇതെടുത്ത്. സിദ്ധാൻ സ്വാമി എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് വഴി, അവൻ്റെ ഉപ്പ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് തല്ലുമാലയിൽ. അവൻ്റെ ഉപ്പ നമ്മളെ അഷ്റഫ് ഹംസയാണ്. മൂപ്പര് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾ ഈ ട്രാക്ക് അവിടെ ഡയറക്ടർക്ക് നമ്മളെ ഖാലിദ് റഹ്മാൻ കേട്ടു, ആൾക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ ചോദിക്കാനുണ്ടായത് നമുക്ക് തരാൻ പറ്റുമോ പ്രൊമോ സോങ് ആയിട്ട് എടുക്കാൻ. കാരണം ഓൾറെഡി അതിലൊരു 4 വരി ഡബ്ജി ഓൾറെഡി അതിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്ന് ഫസ്റ്റ് ആയപ്പോൾ കുറച്ച് 4 വരെ ഉണ്ടായിരുന്നുള്ളൂ. സുഗുണ്ടൈമർ ശരിയൊന്നും അന്നില്ല, അത് കൊടുക്കുമ്പോൾ ഇല്ല. അപ്പോൾ ഇവർക്ക് അതിലുള്ള 4 വരി കറക്റ്റ് അവർക്ക് ആ സിനിമയ്ക്ക് ആപ്റ്റാണ്. അപ്പം അങ്ങനെ എല്ലാവരും ചൊല്ലണ ആ സാധനം. അപ്പോൾ അതവർക്ക് ഓക്കെ ആയതുകൊണ്ട് അവരിത് പറഞ്ഞു നമുക്ക് തരാൻ പറ്റുമോ. പിന്നെ അതങ്ങനെ കംപ്ലീറ്റ് ആക്കി. ഓൾറെഡി ഏറെക്കുറെ കംപ്ലീറ്റ് ആയിരുന്ന സാധനം പിന്നെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നെ എസ്സേൻ്റെ പിന്നെ കയറിയതാണ്. എസ്സേൻ്റെ ഇംഗ്ലീഷ് കോഴ്സ് പരിപാടികൾ പിന്നെ കയറിയതാണ്. പിന്നെ അങ്ങനെ ഉണ്ടായി. ഓക്കെ, അപ്പൊ എന്തായാലും ഈ മലപ്പുറം എന്ന് ഞാൻ കുറെ പറഞ്ഞല്ലോ. ഇവരെ കണ്ടപ്പോഴായാലും ഭയങ്കര യങ് ആണ്. പക്ഷെ നമ്മൾ കേൾക്കുന്ന ഒരുപാട് പാട്ടിന്റെ ഒക്കെ ബാക്കിൽ നിങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുമോ? ഇത്രയും ചെറുപ്പമായിട്ടുള്ള ആൾക്കാർ. ആക്ച്വലി നിങ്ങൾക്ക് എത്ര പ്രായമായി? 25. പ്രായമായി എനിക്ക് 23. അപ്പൊ ആക്ച്വലി ഈ ഒരു യങ് ഏജിൽ തന്നെ ഇങ്ങനെ ഒരു വരാനുള്ള ഒരു മോട്ടിവേഷണൽ കാര്യങ്ങളൊക്കെ എന്തായിരുന്നു? എൻ്റെ കേസ് എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഉപ്പൊക്കെ മ്യൂസീഷ്യനാണ്. എൻ്റെ വല്യപ്പ പണ്ടത്തെ മ്യൂസീഷ്യനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഉപ്പ മ്യൂസിക് ടീച്ചറാണ്. പിന്നെ ഞാൻ ഇവർ പാടുന്ന ഈ ഗസൽ പരിപാടികളൊക്കെ ഞാൻ പാടാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഫ്ലോപ്പായ കുറേ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒഴിവാക്കിയിട്ടും പിന്നെ എങ്ങനെയൊക്കെ എങ്ങനെ എത്തിപ്പെട്ടാണ് ഇതിക്ക്, ഈ റാപ്പ് എന്നുള്ള പരിപാടിക്ക് എങ്ങനെ എത്തിപ്പെട്ട് അറിയാണ്ട് എത്തിപ്പോയി. ചിലപ്പോ പടച്ചോനെ എത്തിച്ചേരിക്കും. ഓരോ ലൈഫിൽ ഓരോ ഭാഗങ്ങളൊക്കെ ആയിട്ട് കിട്ടി അതിനനുസരിച്ച് വേറെ പണിയില്ലെങ്കിൽ എനിക്ക് ചെറുപ്പം തൊട്ടേ ഇത് ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി നിൽക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ഞാൻ മരിക്കുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് കാണാൻ വരണമെന്നുള്ള ഒരു ഇതുണ്ടാവില്ലേ, അത്യാവശ്യം അറിയണ ആളായിരിക്കണം എന്ന്. ആ ഒരു ഫെയിമൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലെ. അതായത് ഈ സാധാ ആൾക്കാരെ പോലെ 9 to 5 ജോബ് പോയിട്ട് വരുന്ന ഒരാളാവരുത്. മരിക്കുമ്പോൾ എൻ്റെ ഉമ്മിപ്പ അറിയണം, ഒരു ആളെയാണ് പടച്ചു വിട്ടേക്കണെന്ന് അവരറിയണമെന്ന് എനിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫെയിം തലക്ക് പിടിച്ചപ്പോൾ ഞാൻ പോലെ ടിക്ടോക്ക് വരെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഫെയിം എൻ്റെ 15-16 വയസ്സ് ഭയങ്കര ക്രിഞ്ചാ ബ്രോ. ഭയങ്കര സീനായിരുന്നു. ഞാനിങ്ങനെ വീഡിയോ അങ്ങനെയാണെങ്കിൽ ഞാൻ പലതും അടയും ബ്രോ. പലരുടെയും പല കാര്യങ്ങളുണ്ട്. ഒരു പാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ. അപ്പോ അങ്ങനെ ഞാൻ ഫെയിം, അതായത് ഫെയിം എന്നല്ല 4 ആൾ അറിയണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റില്ലേ, അതുണ്ടായിരുന്നു. അങ്ങനെ വന്ന് എത്തിപ്പെട്ട് പിന്നെ ഞാൻ തുടങ്ങണേൻ്റെ ടൈമിലാണ് ഈ കലിയുഗം എന്ന് പറഞ്ഞ പാട്ട് ഇറങ്ങിയത് 2019. പിടയും മനം പാടി വരും എന്ന് പറഞ്ഞിട്ട് അന്ന് ട്രെൻഡ് ആയിരുന്നത്. ഫസ്റ്റ് മില്യൺ അടിക്കുന്ന ട്രാക്ക് അത് അവിടെ കേരള ഹിപ്പ് ഹോപ്പിൽ. എനിക്ക് മൂപ്പേരുടെ പാട്ടുകൾ കുറച്ചുകൂടി കണക്റ്റഡ് ആയി. അതുവരെ എനിക്ക് ഹിപ്പ് ഹോപ്പ് എന്താണെന്ന് എനിക്ക് അറിയില്ല, പുറത്ത് റാപ്പ് ഉണ്ടെന്ന് തന്നെ എനിക്കറിയില്ല. മനസ്സിലായോ? മൂപ്പരെ പാട്ട് കേട്ടപ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. മൂപ്പരെ പറയണ കാര്യങ്ങൾ, അന്നത്തെ ആ ഒരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എന്ത് പ്രേമം നമുക്ക് പൊട്ടിക്കറിയണ ആ ഒരു ഇപ്പം ആലോചിക്കുമ്പോൾ നമുക്ക് അത് ഒന്നുമല്ലല്ലോ. പക്ഷെ ആ സമയത്ത് നമുക്ക് ആ ഒരു ഇത് ത്വരയിലിരുന്ന് എഴുതി. അന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 മാസം എൻ്റെ ഇതൊരു ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ ആദ്യം കുറെ ഫുട്ബോൾ കളിച്ച് ക്യാമ്പിന് പോകും എവിടെയെങ്കിലൊക്കെ എത്താൻ വേണ്ടിയിട്ട്. പിന്നെ കുറെ ടിക്ടോക്ക്. അപ്പോൾ പകറിയായി ഇവനെ എവിടെ നിൽക്കണില്ല. ഇപ്പൊ ഇതും 2 മാസം കഴിഞ്ഞാൽ നിർത്തുന്നു പകണ്ടായിരുന്നു. പക്ഷെ 4 കൊല്ലായി ഇതില് കഴിവുണ്ടെന്ന് മനസ്സിലായി. ടിക്ടോക്ക് ഞാൻ നിർത്തേണ്ടി വന്നില്ല, അവരെന്നെ നിർത്തി ബാൻ ആക്കിയല്ലോ. അല്ലെങ്കിൽ ഞാനിപ്പോ മുകളിൽ അതങ്ങനെ എനിക്ക് കാണുമ്പോ തന്നെ എനിക്ക് ഓരോ പ്രായം എന്താ ചെയ്യാ. ഈ ടിക്ടോക്ക് എന്നൊക്കെ പറഞ്ഞല്ലേ, അപ്പോൾ എനിക്ക് ഓർമ്മ ഈ ബാത്റൂമത്തെ ലൈറ്റ് ഇങ്ങനെ മിന്നിച്ചിട്ട് അങ്ങനെ എന്തോ ഒരു സംഭവം ഞാൻ എവിടെയോ ഞാനാ അത് ബാത്റൂമിൽ ബ്രോ. ഞാൻ ബാത്റൂമിലേക്ക് ഒന്നും ഫോൺ കൊണ്ടുവരില്ല. അതിന്റെ ക്യാപ്ഷൻ ആയിരിക്കും ചിലപ്പോ. അതെന്ന് വെച്ചാല് അന്ന് തുടങ്ങുമ്പോ നമ്മൾ ഈ കൺസേർട്സ് ഒക്കെ കാണും. കൺസേർട്സ് കാണുമ്പോ ഈ വലിയ ആർട്ടിസ്റ്റുകൾ
ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കായിരിക്കും. അപ്പോൾ അവരുടെ ഫ്രണ്ടില് കുറെ ക്രൗഡ് ഇങ്ങനെ ഫ്ലാഷ് ലൈറ്റും പിടിച്ചിട്ട് അവരെ പാട്ടൊക്കെ ഒപ്പം പറഞ്ഞു കൂടാ. അപ്പൊ ഞാൻ എന്താ ചെയ്യാ, എന്റെ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട്, അത് ബാത്റൂമിന്റെ മുകളിൽ വെക്കും. ഉമ്മമാന്റെ ടോർച്ച് ഉണ്ട്, ഉമ്മക്ക് രാത്രി മൂത്രയ്ക്കുമ്പോൾ ടോർച്ച് ആണ്. ആ ടോർച്ച് എത്തിച്ച് ഞാൻ അവിടെ സൈഡിക്ക് വെക്കും. എന്റെ മുഖത്തേക്ക് സ്പോട്ട് ലൈറ്റ് ഒരു ഫ്ലാഷ് അടിക്കണ പോലെ അങ്ങനെ വെച്ചിട്ട് ഞാൻ സ്പീക്കറിൽ എന്റെ അന്നത്തെ അൺറിലീസ്ഡ് പാട്ടുകൾ വെച്ചിട്ട് ഞാൻ അങ്ങനെ വെറുതെ ബാത്റൂമിൽ ഞാൻ കൺസേർട്ട് ചെയ്യും. അവിടുന്ന് അങ്ങനെ തുടങ്ങിയതാ. ഇപ്പോ ശരിക്കും ആൾക്കാർ പാടേണ്ടി വരുന്നില്ല. പരിപാടിക്ക് വരുമ്പോ നമ്മളെ ഇങ്ങനെ നിന്ന് നോക്കിയാൽ മതി പാടും. ഇങ്ങനത്തെ എന്തെങ്കിലും സ്റ്റോറി എപ്പച്ചാറുണ്ടോ ഇതേപോലെ? എങ്ങനത്തെ ബാത്റൂമിന്റെ ഈ വയലിലേക്ക് എത്തിയത് പറയുകയാണെങ്കിൽ EDM വല്ലാണ്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. EDM മ്യൂസിക് അങ്ങനെയാണ് എൻ്റെ ഇതിലേക്ക് വരവ്, മ്യൂസിക്കിലേക്ക് വരവ് 2015 ടൈമിലാണ് EDM ഫോളോ ചെയ്ത് ഞാൻ EDM ട്രാക്ക് എങ്ങനെ ചെയ്യാം, മ്യൂസിക് പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നൊക്കെ അന്വേഷിച്ച് അതൊരു DOW ആണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് സോഫ്റ്റ്വെയർ ഗേറ്റിൽ ആപ്പിൽ അങ്ങനെയൊക്കെ തുടങ്ങി. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു സ്റ്റാർട്ടിങ് പരിപാടികൾ. ഭയങ്കരമായിട്ട് മ്യൂസിക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഇങ്ങനത്തെ EDM സോങ്ങുകളും പരിപാടികളൊക്കെ അതെങ്ങനെ ചെയ്യാം എന്നുള്ളായിരുന്നു ഇഷ്ടത്തിനപ്പുറം. എങ്ങനെ ചെയ്യാൻ നോക്കി പിന്നാലെ അങ്ങനെ കുറച്ച് പരിപാടി പിന്നാലെ പോയി. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. പിന്നെ കുറേ കാലം ഒരു ലാപ്പൊക്കെ എടുത്ത് അതിലിങ്ങനെ പരിപാടികൾ ചെയ്ത് ഷെയറാണ്. ആക്ച്വലി ഉണ്ടല്ലോ എംഎച്ചാറിന്റെ സോങ് ഒക്കെ കേട്ടപ്പോ ഞാൻ വിളിച്ചു ഭയങ്കര മീൻസ് ആ സോങ് ഒക്കെ ഭയങ്കര ലൗഡാണ്, ഭയങ്കര അലറുക. പക്ഷെ നമ്മൾ നേരിട്ട് വന്നപ്പോ ഞാനങ്ങനെ പാവം പോലെ ശരിക്കും ഇങ്ങനെ തന്നെയാണോ? ശരിക്കും ഇങ്ങനെ കൂളാണ്, ഭയങ്കര അല്ല നല്ല കൂളാണ്. അതെ ഇപ്പോഴും ഇങ്ങനെ ഭയങ്കര എനിക്ക് ആ ഗാംഗിൽ മെച്ചൂർഡ് ആയിട്ടുള്ള ഒരാള് എംഎച്ചാർ. മെച്ചൂർഡ് ആണ് പക്ഷെ കൂളാണ്. അതെ ഈ റാപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ ഇങ്ങനെ അതുണ്ട് അല്ല മാറി വരുന്നുണ്ട് ഇപ്പൊ. നിങ്ങൾക്ക് ഇതേപോലെ എത്ര ഫാസ്റ്റില് പറയാൻ പറ്റും? എന്നെക്കാളും കൂടുതൽ ഫാസ്റ്റിൽ ഇവനാ ചെയ്യാം. എത്ര സെക്കൻഡ് വരെ ശ്വാസം പിടിച്ചിട്ട് ഇങ്ങനെ പാടാൻ പറ്റും? ഈ ചട്ടപ്പട ആ സാധനം പിടി. എനിക്ക് ഇരുന്നിട്ട് ശ്വാസം പിടിക്കൽ നടക്കൂല, എനിക്ക് നിക്കണം. 45 കണക്ക് ഒഴിവാക്കട്ടാ. ജസ്റ്റ് റാപ്പ് ചെയ്തരാ. ഓക്കെ തുടങ്ങട്ടെ. 3, 2, 1 ഗോ. സ്ഥിതി അതൊക്കെ പറഞ്ഞതിലൊക്കെ കൊല്ലച്ചതി പല്ലച്ചതി കൊടുത്തത് പിജിറ്റത്ത് കൊട്ടിച്ചതി പടത്തത് ചൊരപ്പത്ത ചതിച്ചാല് അതുപതി ചിരിപതി എഴുപതി പടമ്പത്ത പതിപതി തരപതി പടപതി സപതരപതി പതി കൊല്ലച്ചതി കൊട്ടിച്ചതി ചതുപതി ചതിപതി സ്റ്റേബിലെ കാലത്തിൽ പണമില്ലാതെ തിരിച്ചിട്ട് കുത്തിക്കെട്ടി കുത്തുന്നത് പത്തുപതി തുറന്നിട്ട് പതിനുകൾ അടച്ചിട്ട് പെട്ടി മറി അടച്ചിട്ട് പതിനൊക്കെ പിടിച്ചിട്ട് ജഗരി പിടിച്ചിട്ട് തന്നെ പിടിച്ചിട്ട് തല്ലി കഥ മറി പുറത്തിറങ്ങാൻ പിടി പത്തതിന്റെ ഗതി മറി അറുത്തിന്റെ ശരീരത്തിൽ കൊടുത്ത മരുന്ന് കെട്ടി ചോദിച്ചിട്ട് പെടി കരഞ്ഞ് കേട്ട് പെട്ടി കുടിച്ചിട്ട് ഇത് പറഞ്ഞത് പതിന്റെ അതൊക്കെ ഇത് എന്റെ വിദ്യ ചിന്തകൾ കീഴതി. അയ്യോ സോറി 25 ഞാൻ പോണേ. ഇതങ്ങനല്ല അല്ല എന്നാലും 25 സെക്കൻഡ് തന്നല്ലേ? ഞാൻ പേടിച്ചാ നേരമ്പൊക്കെ നിർത്തപ്പോ ലിൽപ്പയും പറഞ്ഞായിരുന്നു സൗണ്ടിനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അല്ല എനിക്ക് പാടാനുള്ള പാട്ട് പഠിച്ചവരാണ്, അത് പാടന്നെ വേണം. എനിക്ക് അത് പാടാൻ പറ്റില്ല. അതെ അല്ലേ? എന്നാ കുഴപ്പമില്ല, എന്നാ ബാക്കി 2 പേര് ട്രൈ ചെയ്യും. പാടണം, കാരണം എംഎച്ചാർ അധികം പാടി കാണുന്നില്ല ഞങ്ങള്. അതെന്താ അത് ഞാൻ പാടാത്തോണ്ട്. വേറൊരു കാര്യം കൊണ്ടുണ്ടോ, മലബാരി ബാങ്കറിലൊക്കെ കൂടുതൽ ആളുകളുടെ വിചാരം ഞാൻ അതിൽ പാടിയിട്ടുണ്ട്. അങ്ങനെയാ ശരിക്കും അതിന്റെ മ്യൂസിക് പരിപാടികളാണ്. കുറെ ആൾക്കാർ എന്റെ മെയിൻ ഓഡിയൻസ് കുറെ തെറ്റിദ്ധാരണ ഉണ്ട് എന്റെ ഓഡിയൻസിന് വെച്ചാൽ കൂടുതൽ ആൾക്കാരുടെ വിചാരം ഞാൻ ഒരു പാട്ടുകാരനാണ് എന്നുള്ളതാണ്. പാട്ട് പാടിയിട്ടില്ല എന്നല്ല, ഈ ഒരു 4 വട്ടം പിന്നെ തിരക്കി വന്ന നേരം പിന്നെ നൈപ്പിലൊക്കെ കുറച്ച് പാടിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഞാനങ്ങനെ പാടും, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ ഫോക്കസ് ചെയ്യുന്ന സാധനം മ്യൂസിക് പ്രൊഡക്ഷൻ കമ്പോസിങ് ആ ഒരു പരിപാടി. അപ്പോൾ 4 വട്ടം അല്ലേ? എൻ്റെ സൗണ്ട് മൊത്തം പോയി. എൻ്റെ സൗണ്ട് ഇങ്ങനെയല്ല കേട്ടോ, ഇപ്പോൾ കേൾക്കുന്ന സൗണ്ടേ അല്ല, എൻ്റെ പറ്റ അടഞ്ഞിട്ടാണ് ഈ സൗണ്ട് തന്നെ വരുന്നത്. കാണുമ്പത്തിന് 4 വട്ടം നാണം കൊണ്ട് വരച്ച വട്ടം കാലം കൊണ്ട് മായ്ച്ചു വെച്ച കാലം ഇല്ല നായ്ച്ചമട്ടം കടമായിണ്ട് തോനായിണ്ട് ചേലായിണ്ട് കാലുമ്മപ്പാടായിണ്ട് ഞാനായിണ്ട് 4 ആളുണ്ട് കാണാനുണ്ട് ഓനും ഒത്തിരി മാറിയുണ്ട്. അതെ, ഞാൻ നിങ്ങളുടെ ഈ വരികളൊക്കെ ആക്ച്വലി ലിൽപ്പൈൻ്റെ ആയിക്കോട്ടെ നിങ്ങളുടെ ഒക്കെ ഒരു വരി മീൻസ് കേൾക്കുമ്പോൾ എനിക്ക് ഞാൻ തോന്നും ഇത് കറക്റ്റായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ എടുത്ത് എഴുതുന്ന ഒരു വരികളാണോ? കാഫിറൊക്കെ നിങ്ങൾ എഴുതുമ്പോ
ഈ അത് പറഞ്ഞപ്പോഴാണ് ഈ കുറെ പാട്ടുകൾ ഒരു സദാചാരത്തെ ഹിറ്റ് ചെയ്യുന്ന കുറെ വരികൾ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. അതെന്താ അത്ര ഒരു റോസല്ല, ഇപ്പോ ഞാൻ എഴുതുന്നത് എനിക്ക് പേഴ്സണലി കിട്ടുന്നത് മാത്രല്ല, ഞാൻ എന്റെ കണ്ണിന് മുന്നിൽ കാണും. ഒരു എൻ്റെ ഒക്കെ വാപ്പ കളിച്ച് നടന്ന എൻ്റെ ഒക്കെ വല്യപ്പ കളിച്ച കളി ഞാൻ ഇവിടെ ഇന്നിപ്പോ കളിക്കും. ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അതെന്താ ഉദ്ദേശിക്കുന്നതില്? എൻ്റെ ഒക്കെ വല്യപ്പ കളിച്ച കളി, അതായത് എൻ്റെ ഒക്കെ ഉപ്പാന്റെ ഉപ്പ കളിച്ച ആ പ്രായത്തിൽ കളിച്ച കളി ഞാനിപ്പോ എന്റെ 20 വയസ്സിൽ കളിക്കുന്നു. മനസ്സിലായിട്ടില്ലല്ലോ? ഇല്ലല്ലോ, മനസ്സിലായിട്ടില്ല. പക്ഷെ ഈ ഒരു ഇത് എവിടെ ഇത്രയും ഫയർ നിങ്ങൾക്ക് 3 പേർക്കും? ഞാൻ ആകെ എഴുതിയിട്ടുള്ളത് ഏതൊക്കെയാണോ, ഈ 4 വട്ടം എന്ന് പറഞ്ഞ ട്രാക്ക്. അതില് എനിക്ക് ഫസ്റ്റത്തെ രണ്ട് ലൈൻ എഴുതി തന്ന എസ് എ ആണ്. എസ് എ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനെ അറിയും, മലബാരി ബാങ്കറിലുണ്ട്, മണവാളം തങ്കിലൊക്കെ ഇംഗ്ലീഷ് റാപ്പ് പാടിയ ആൾ എസ് എ. അപ്പൊ ആളാണ് എനിക്ക് ഈ ഫസ്റ്റത്തെ കാണുമ്പത്തിന് 4 വട്ടം നാണം കൊണ്ട് വരച്ച വട്ടം കാലം കൊണ്ട് മാച്ചു വെച്ച കാലമില്ല എന്നാഴ്ച മട്ടും. ആ ഒരു വരി എഴുതി തന്നെ എനിക്ക് എസ് ആണ്. ബാക്കി അതിൽ വരുന്ന ഒരു സോഫ്റ്റ് കുറച്ച്, അതിന് ശേഷം വരുന്ന കുറച്ച് വരികൾ ഞാൻ എഴുതി. പിന്നെ എനിക്കതിൽ ഹെൽപ്പ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് എഴുതാൻ. പിന്നെ ഞാൻ എഴുതിയ കുറച്ച് സോഫ്റ്റ് സാധനങ്ങളാണ്, അങ്ങനെ വലിയ സംഭവം എനിക്കങ്ങനെ എഴുത്തിലൊന്നും വലിയ സംഭവം എനിക്കറിയില്ല. മെയിൻ പരിപാടി മ്യൂസിക് പ്രൊഡക്ഷൻ, കമ്പോസിങ്. ഇവരാണ് എഴുത്തിലെ പുലികൾ. ആക്ച്വലി ഇപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഗ്യാങ് ആയി മാറിയത് നിങ്ങള്? പലരും ഇപ്പൊ ഇവൻ ചാവക്കാടാന്ന് പറയുന്നു. നമ്മള് ഗ്യാങ് എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ജോക്കർ അവിടെ ഉണ്ട്, ജോക്കർ മലബാരി ബാങ്കർ പാടിയ ആളാണ്. നമ്മളൊക്കെ ഒരു ടീമല്ലേ ബ്രോ. പിന്നെ സലീം നമ്മളെ മാനേജേഴ്സ്, സലീം, 2 മണിക്കൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അമ്മാനി. അതെങ്ങനെ ഞാൻ ചോദിക്കണത്, ഇപ്പൊ നിങ്ങളൊരു ഗ്യാങ് ആയി കണക്ട് ആയി എന്നൊക്കെ പറഞ്ഞ അതിന്റെ ബാക്കിൽ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ? പണിയെടുത്ത് വന്നപ്പോ എല്ലാവരും കൊറേ ഇടയിൽ പെട്ടിട്ടുണ്ട്, പക്ഷെ അതിനൊക്കെ രക്ഷപ്പെട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ കംഫർട്ട് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു. ഇപ്പൊ നിങ്ങൾ റാപ്പേഴ്സ് അല്ലേ, നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള നിങ്ങൾ സ്വന്തം പേര് പറയരുത് കേട്ടോ. എമിനം. മലയാളത്തിലാണെങ്കിലോ? ഇൻസ്പയർ ചെയ്ത ആളെന്ന് വെച്ചാൽ ഇന്നെ മറ്റേ XXX തെൻതാശം എന്ന് പറഞ്ഞിട്ടൊരു തെൻതാശം പുറത്തെ മൂപ്പര് ഇപ്പൊ എല്ലാം മരിച്ചു. മൂപ്പര് 20 കൊല്ലത്തില് അമ്മാതിരി ലെഗസി ഉണ്ടാക്കി വെച്ചിട്ടാ മരിച്ചത്. അപ്പോ മൂപ്പരെ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതേപോലെ ഒരു ലെഗസി ഉണ്ടാക്കി വെക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് അല്ലേ? അല്ല, എനിക്ക് അല്ലെങ്കിലും മരിക്കുമ്പോ എന്റെ വീട് മൊത്തം അങ്ങനെ ആൾക്കാർ നിറഞ്ഞു നിൽക്കണത് കാണുന്നുണ്ട്. അങ്ങനല്ല, കലാപം മണി മരിക്കുമ്പോ നാട്ടുകാർ മാത്രം അങ്ങനെ ഒരു വലിയൊരു അത്ര അല്ലെങ്കിലും കുറച്ചെങ്കിലും ഒരു ഇത് വേണം. അതിപ്പോ എന്താ പറയാ, അത് നടക്കട്ടെ, അല്ലാണ്ട് ഇപ്പൊ ഞാൻ എന്താ പറയാ. ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഒരു ജോലി, അതാണോ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്? അക്കൗണ്ടിംഗ്, ബാങ്കിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ ഒരു നല്ല ജോലി നേടാം ഫിൻബ്രൂവിനൊപ്പം.